പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ സാബു പരുത്തിക്കുഴി. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരുമാതുറ മുതലപ്പൊഴി എന്ന മേഖലയിലാണ്. കടലും കായലും ഒരുമിക്കുന്ന ഈ മേഖലയിൽ മത്സ്യബന്ധനം കൂടുതൽ കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് ഇത്. ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ് മുതലപ്പൊഴി. ഇവിടത്തെ മത്സ്യബന്ധനത്തിൻ്റെ ചരിത്രം പ്രധാനമായും ആധുനിക തുറമുഖത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. വാമനപുരം പുഴ കഠിനംകുളം കായൽ വഴി കടലിലേക്ക് ചേരുന്ന ഈ അഴിമുഖം മത്സ്യബന്ധനത്തിന് ഏറെ സാധ്യതയ്ക്കുള്ള ഒരു പ്രദേശമാണ്. കടലിൽ മീൻ പിടിക്കുന്ന വലകളിലുമുണ്ട് വ്യത്യസ്തത. നെത്തോലി പിടിക്കുന്ന താങ്ങുവല എന്ന കുടവല നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ താഴമ്പള്ളി പെരുമാറ മേഖലയിലെ താങ്ങുവലയുടെ ഇതാണ്, ചൂടവലയാണ് ഇപ്പോൾ നമ്മൾ പന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് നമ്മൾ കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന നെത്തോലി പിടിക്കാൻ പോകുന്ന വലയാണിത്. ഇതിന് ഏകദേശം ഒരു 35 ലക്ഷം രൂപയോളം വില വരും. ഇതിൽ ഒരു വള്ളത്തിൽ ഏകദേശം ഒരു 25 മുതൽ 40 തൊഴിലാളികൾ പണിക്ക് പോകുന്നതാണ്. ഏകദേശം ഇതിൻ്റെ കോസ്റ്റ് ഒരു 1.5 കോടി രൂപയുടെ മേളിൽ മൊത്തത്തിൽ ഇതിൻ്റെ കോസ്റ്റ് വരും, വള്ളവും വലയും എല്ലാം കൂടെ ആയിട്ട്. കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് പൊതുവേ മീൻ കിട്ടാൻ പാടാണ് എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഉൾക്കടലിലോട്ട് പോയി കഴിഞ്ഞാലും ഫിഷൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാറ്റ് കാരണം ഒരുപാട് പിന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനെന്തെങ്കിലും ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ ഇവിടെ മുതലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പുലിമുട്ട് തന്നെ വലിയ വിഷയമാണ്. ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുള്ള ഒരു പുലിമുട്ടാണ് മുതലപ്പുഴി. പിന്നെ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ നമുക്ക് ഒരുപാട് ദൂരം പോകാൻ പറ്റത്തില്ല, ജോലി വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പോൾ ഈ അടുത്ത് കുറേ കപ്പൽ അപകടങ്ങൾ നടന്ന് കണ്ടെയ്നർ അങ്ങനെ കുറേ നഷ്ടങ്ങൾ എല്ലാവർക്കും സംഭവിക്കുന്നുണ്ട്. പിന്നെ പൊതുവെ നമുക്ക് മത്സ്യബന്ധനം കുറേ ബുദ്ധിമുട്ടുള്ള മാസമാണിത്. പിന്നെ മത്സ്യം ലഭ്യതയും കുറവാണ്. ഏകദേശം എല്ലാവരും കടവും അങ്ങനെയൊക്കെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. മുതലപ്പൊഴിയിൽ നിന്നും വഴിയോര കാഴ്ചകൾക്ക് വേണ്ടി സാബു പരുത്തിക്കുഴി,